2019 ഫെബ്രുവരിയിൽ പുൽവാമയിൽ നടന്ന ചാവേർ ആക്രമണത്തിന് ശേഷം കശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിനാണ് രാജ്യം സാക്ഷിയായിരിക്കുന്നത്. 27ലധികം ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടതായി വാർത്തകൾ വന്നു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതിനോടകം തന്നെ തീവ്രവാദ സംഘടനയായ TRF അതായത് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് ഇത്രയും ഹീനമായ ആക്രമണം നടത്തിയ TRF ആരാണ്? എന്താണ് ഈ ഭീകര സംഘടനയുടെ ലക്ഷ്യം? ആരാണ് TRF എന്ന് നോക്കാം. കാശ്മീരിനെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF. ജമ്മു കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു തദ്ദേശീയ കശ്മീരി പ്രതിരോധ പ്രസ്ഥാനമായിട്ടാണ് TRF സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2019 ഓഗസ്റ്റിൽ കശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് സ്ഥാപിതമാകാനുള്ള കാരണം. 2023 ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം TRFനെയും അനുബന്ധ ഗ്രൂപ്പുകളെയും നിരോധിച്ചിരുന്നു. പിന്നാലെ TRF നേതാവായ ഷെയ്ഖ് സജാദ് ഗുലിനെ തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയാണ് ഈ സംഘടന സ്ഥാപിച്ചതെന്നും അതിൻ്റെ ഒരു ശാഖയായിട്ടാണ് TRF എന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ടെത്തൽ. ടെലിഗ്രാം, വാട്സാപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇവരുടെ ആശ്രയ പ്രചാരണവും സംഘാടനവും നടക്കുന്നത്. ജമ്മു കാശ്മീരിലെ സംഘർഷങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരുന്ന TRF 2024 ഏപ്രിലിലാണ് അവസാനമായി ആക്രമണം നടത്തിയത്. TRFന്റെ ഭീകര പ്രവർത്തനങ്ങളും ലക്ഷ്യവും എന്താണെന്ന് നോക്കാം. കശ്മീരിന്റെ പ്രത്യേക പദവി വീണ്ടെടുക്കുക എന്നതാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് നിരീക്ഷണം. പ്രധാനമായും കശ്മീരിലെ അധികാര സംവിധാനങ്ങളെയാണ് TRF ലക്ഷ്യം വെക്കുന്നതെങ്കിലും സ്ഥലത്തെ വിനോദസഞ്ചാരികളും കച്ചവടക്കാരും ഉൾപ്പെടെയുള്ള സിവിലിയൻസും ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരോധിത തീവ്രവാദ ഗ്രൂപ്പുകൾക്കായി ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് ഏകോപിപ്പിക്കുക, തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക, അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം, ആയുധങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും കള്ളക്കടത്ത് നടത്തുക, സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നിവയുൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളുമായി TRFന് ബന്ധമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ സംഘടനയ്ക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ. 2020ലാണ് ഈ സംഘം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തുടങ്ങിയത്. 2024 ഒക്ടോബർ 20-ന് ഗാർഡൻബെല്ലിൽ നടന്ന ഇസഡ് മോർട്ടണൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം TRF അടുത്തിടെ ഏറ്റെടുത്തിരുന്നു. TRF ഇതുവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആക്രമണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 2020 കുൽഗ്രാമിൽ 3 BJP പ്രവർത്തകരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുക്കുകയുണ്ടായി. 2021 ശ്രീനഗറിൽ ഒരു സർപഞ്ചിനെ വെടിവെച്ച് കൊന്നു. 2023 പുൽവാമയിൽ കശ്മീർ പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട സഞ്ജയ് ശർമ്മയെ കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വവും ഇവർ ഏറ്റെടുത്തു. 2024 ഒക്ടോബർ മാസത്തിൽ ഗന്ദർബാൽ ജില്ലയിലെ ഒരു നിർമ്മാണ സൈറ്റിൽ നടത്തിയ വെടിവെപ്പിൽ ഒരു കശ്മീരി ഡോക്ടർ, ഒരു കരാറുകാരൻ, ഏതാനും തൊഴിലാളികൾ ഇവരുൾപ്പെടെ 7 പേരെ കൊലപ്പെടുത്തി എന്നിവയാണ് ഇതിനോടകം ഇവർ ഏറ്റെടുത്ത ആക്രമണങ്ങൾ. മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിന്റെ ബേസ് ക്യാമ്പായ ഖത്രയിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകരുടെ ബസ്സിന് നേരെ ആക്രമണം നടത്തിയതായും അവകാശപ്പെടുന്നുണ്ട്. ഭീകരർ ബസ്സിന് നേരെ വെടിയുതിർത്തതിനെ തുടർന്ന് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. 9 പേർ മരിക്കുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. TRF ഇതുവരെ നടത്തിയതിൽ ഏറ്റവും തീവ്രമേറിയ ആക്രമണമാണ് ഇപ്പോൾ പഹൽഗാമിൽ നടന്നിട്ടുള്ളത്. കശ്മീരിലെത്തുന്ന പ്രദേശവാസികളല്ലാത്ത വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും തങ്ങൾ ആക്രമിക്കുമെന്ന് TRF പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കാശ്മീർ ശാന്തമായെന്നും ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. കശ്മീരിലേക്ക് പുതിയതായി ഒഴുകിയെത്തുന്ന സഞ്ചാരികൾ ഇതിന്റെ തെളിവാണെന്നും സർക്കാർ അവകാശപ്പെട്ടിരുന്നു. അതുകൊണ്ടുകൂടിയാണ് വിനോദസഞ്ചാരികളുടെ വരവിനെ തടയാൻ TRF പദ്ധതിയിടുന്നതെന്നാണ് ഉയരുന്ന നിരീക്ഷണങ്ങൾ. ആരാണ് TRF മേധാവി? കശ്മീരിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യയുടെ തിരിച്ചടിയും അന്താരാഷ്ട്ര സമ്മർദ്ദവും വർദ്ധിച്ചതോടെ അതുവരെ കശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ലഷ്കർ-ഇ-തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുഗമവും അല്ലാതെയായി. ഈ സംഘടനകൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും നൽകിയിരുന്ന സഹായങ്ങൾ തുടരുന്നതിൽ നിന്ന് പിന്തിരിയാൻ പാകിസ്ഥാൻ മേൽ സമ്മർദ്ദങ്ങളും ശക്തമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ 2 തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും പുറമെ പുതിയൊരു സംഘടന രൂപം കൊടുക്കുക എന്ന ആലോചനയുണ്ടാകുന്നത്.
അത്തരമൊരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും ലഷ്കർ ഇ തോയ്ബയും ചേർന്ന് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പുതിയ ഭീകര സംഘടനയ്ക്ക് അടിത്തറയിട്ടത്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ നടപടികളെ മറികടക്കുന്നതിനായാണ് TRF എന്ന ഭീകര സംഘടന പ്രത്യേകമായി സൃഷ്ടിച്ചത്. ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദീന്റെയും കശ്മീർ താഴ്വരയിലെ സ്വാധീനം നഷ്ടമാകുന്നത് തിരിച്ചറിഞ്ഞ് ഈ രണ്ട് സംഘടനകളുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ദൗത്യമാണ് TRFന് ഉണ്ടായിരുന്നത്. കശ്മീർ താഴ്വരയിൽ 1990കളിലെ രക്തരൂക്ഷിതമായ കാലഘട്ടം തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു TRFന്റെ പ്രധാന ലക്ഷ്യം. കശ്മീരിൽ അടുത്തിടെ നടന്ന നിരവധി കൊലപാതകങ്ങൾക്ക് പിന്നിൽ TRF ആയിരുന്നെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയും സോഷ്യൽ മീഡിയ ഇടപെടലിൽ വളരെ സജീവമായിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തന രീതിയും TRF പിന്തുടർന്നിരുന്നു. കശ്മീരിനുള്ളിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ ഭരണ സാമൂഹിക പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനവും TRFനുണ്ട്. തങ്ങളുടെ ആശയങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് ലഷ്കർ ഇ തോയ്ബയും ഹിസ്ബുൾ മുജാഹിദീനും സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് TRF സ്വീകരിച്ചു വരുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ച് കശ്മീരിൽ നിന്ന് പുതിയൊരു വെല്ലുവിളി കൂടിയാണ് ഉദയം ചെയ്തിരിക്കുന്നതെന്നാണ് വിലയിരുത്തേണ്ടത്.